ചിന്നു, താൻ ഇവിടെ ഒന്നിരിക്കുമായിരുന്നോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്താടോ, എന്തു പറ്റി? ഒന്നുമില്ല. താൻ എന്താ ഒന്നും കഴിക്കാത്തത്? ചന്ദ്രാമ പറഞ്ഞു താനൊന്നും കഴിച്ചിട്ടില്ലെന്ന്. എന്തു പറ്റി? ദേ, അത്താഴപ്പട്ടിണി കിടക്കാൻ പറ്റില്ല. തനിക്കുള്ള ആഹാരം ഇത്. ഇത് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അത് വെറുതെ. മനസ്സിലെ സങ്കടങ്ങള് പട്ടിണി കിടന്നാൽ മാറോ? ഇല്ലല്ലോ. ദേ, അത്താഴപ്പട്ടിണി കിടന്ന ശരീരത്തിന് ദോഷാണെന്ന മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത്. കഴിക്ക്. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ പഠിക്കണമെന്ന്. എന്റെ അച്ഛനെ എനിക്ക് പുറത്തു കൊണ്ടുവരണം. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം. അതൊക്കെ നടക്കൂടോ. താൻ സമാധാനായിട്ടിരിക്കേ. ദേ, നിരാഹാരം കിടക്കുന്നത് ഒന്നിനൊരു പരിഹാരമല്ല. കഴിക്ക്. വേണ്ട, എനിക്കൊന്നും വേണ്ട. ചിന്നു, താനൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ വിഷമം കൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. ഈ ആഹാരേ തനിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാ. ഇനി ഞാൻ കൊണ്ടുവന്നുകൊണ്ടാണ് കഴിക്കാത്തതെങ്കിൽ ഞാനിത് തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. അപ്പൊ ഡ്രൈവർ പയ്യൻ കഴിക്കുന്നില്ലേ? തനിക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. എന്താണോ? ഇരിക്ക, ഞാൻ കഴിക്കാം. പക്ഷെ താനും കഴിക്കണം. പിന്നെ ഇന്ന് ചിന്നിനുള്ള ആഹാരം ഈ ഡ്രൈവർ പയ്യൻ ഈ കൈ കൊണ്ട് വാരിത്തരും. സമ്മതിച്ചോ?